ശ്രദ്ധിക്കണം. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തരികയാണ്, നിശ്ചയമായും കാലം എന്ന് പറയുന്നത് ഇന്ന സമാന ഖദിസ്തദാറ കഹയതി യൗമ ഖലഖല്ലാഹു സമാവാതി വൽ അർള്. കാലം, തീർച്ചയായും കാലം അല്ലാഹു ആകാശ ഭൂമികളെ സൃഷ്ടിച്ച ദിവസത്തെ മാതിരി തിരിഞ്ഞു വന്നിരിക്കുന്നു. ഒരു വർഷം 12 മാസമാകുന്നു. അതിൽ 4 എണ്ണം പവിത്രമാക്കപ്പെട്ടതായ മാസങ്ങളാണ്. അതിൽ 3 എണ്ണം എന്ന് പറയുന്നത് തുടർച്ചയായി വരുന്ന മാസങ്ങളാണ്. അഥവാ ദുൽഖഅദ്, ദുൽഹിജ്ജ, മുഹറം എന്ന മാസങ്ങൾ. ജുമാദക്കും ജഅബാനിനും ഇടയിലുള്ള മുഹറിന്റെ റജബാണ് പരിശുദ്ധമാക്കപ്പെട്ടതായ ഈ 4 മാസങ്ങൾ. ഈ 4 മാസങ്ങളെ പഠിച്ചു വെക്കണേ. ഈ മാസങ്ങൾ പ്രത്യേകതയുള്ള മാസമാണ്, പവിത്രതയുള്ള മാസമാണ്. അല്ലാഹുവും അവന്റെ റസൂലും അവിടെ നിന്ന് എടുത്ത് പറയപ്പെട്ടതായ മാസങ്ങളാണ്. ഏതൊക്കെയാ മാസം? ദുൽഖഅദ്, ദുൽഹിജ്ജ, മുഹറം, ഇല്ലേ? അതുപോലെ പരിശുദ്ധമായ റജബ്. അല്ലാഹു കാര്യങ്ങൾ കേട്ടുകൊണ്ട് അമൽ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. ഈ മാസങ്ങൾക്കൊക്കെ വലിയ പുണ്യ, വലിയ പവിത്രതയുള്ള മാസമാണ്. അതുകൊണ്ടാണ് ഇതെടുത്ത് പറയാൻ കാരണം. മൊത്തം 12 മാസങ്ങളുണ്ട്. ഈ 12 മാസങ്ങളില് 4 മാസം യുദ്ധം വിലക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്.